أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. പ്രത്യേകമായ ഒരു കാര്യം ഇതോടൊപ്പം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറയുകയാണ്. കാരണം അവസാനമാകുമ്പോൾ മറന്നു പോകുമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ആദ്യമേ ഈ വിവരം ഒന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു ദിക്ർ എന്ന് പറയുന്നത് അല്ലാഹുവേ, അത് പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആ ദിക്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ പറഞ്ഞാലും ഈ ദിക്റിൻ്റെ ഗുണം പറഞ്ഞു തീർക്കാൻ ആരാനും കഴിയത്തില്ല. അത്രത്തോളം ഉന്നതമായ ദിക്റാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്റുകൾ എന്ന് പറയുന്നത് എല്ലാം ഭയങ്കരമായ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് എത്രത്തോളം ഉണ്ട് എന്ന് ആർക്കും ആണെന്ന് തിട്ടപ്പെടുത്താനൊന്നും ആരാനും സാധ്യമല്ല. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ ആരെങ്കിലും ഈ ദിക്ർ ചെല്ലിയാൽ ഈ ദിക്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് യാ ഹയ്യും യാ ഖയ്യൂം എന്നാണ് പറയുന്നത്. യാ ഹയ്യും യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ മാപത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലായ തമ്പുരാൻ, ലോകത്തിൻ്റെ നാഥനായ അല്ലാഹ്, ലോകത്തിൻ്റെ യജമാനായ റബ്ബുണ്ടല്ലോ, എന്നേക്കുള്ളവനാണ്. ആ അല്ലാഹു തആല എന്നേക്കുള്ളവനെന്ന് പറയുമ്പോൾ അള്ളാരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു തആലയ്ക്ക് ആ മനുഷ്യനോട് ഇഷ്ടം കൂടുകയാണ്. അത് മാത്രമല്ല, എന്നേക്കുള്ളവനെന്ന് നമ്മൾ പറയുമ്പോൾ ആ ദിക്റിനോട് ചേർത്ത് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഇതുകൂടി അങ്ങോട്ട് പറയുമ്പോൾ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ്സും കൂടിയും കൊടുക്കുന്നതാണ്. അതുകൂടാതെ അവരുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഗുണവും സന്തോഷവും ആ ചെല്ലുന്ന മനുഷ്യന് അല്ലാഹു തആല നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ദിക്ർ ചെല്ലുമ്പോൾ ഒരു 101 ദിക്ർ നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ചെല്ലുന്ന സമയത്ത് നമസ്കാരത്തിന് ശേഷമാണ് ചെല്ലുന്നു എങ്കിൽ അത് വളരെ കൂടുതൽ തൃപ്തികരമാണ്. നമസ്കാരത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യാതെ കണ്ട് ഈ ദിക്ർ ആരും ചെല്ലരുത്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദിക്ർ ചെല്ലണം. മറ്റു ചില ആയത്തുകൾ കുർസി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അത് സ്വലാത്ത് ചെല്ലണം, ദിക്ർ ചെല്ലണം, പിന്നെ നമുക്ക് ദുആ ചെയ്യണം. ഇതെല്ലാം നിസ്കാരത്തിന് ശേഷമുള്ള ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളെ മാറ്റി വെച്ചിട്ട് ഈ ദിക്ർ ചെല്ലിയാൽ അല്ലാഹു തആലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സമയം എടുത്തുകൊണ്ട് സമയമുണ്ടെങ്കിൽ ആ സമയം ഒരു 101 ദിക്ർ ചെല്ലണം. അല്ലാത്ത സമയത്തും ഈ ദിക്ർ ചെല്ലുന്നതിൽ കുഴപ്പമില്ല. എന്നാലും കൂടുതൽ ഗുണം കിട്ടുന്നത് നമസ്കാരത്തിന് ശേഷമാണ്. സുബഹി നമസ്കാരമായാലും ശരി, മഗ്‌രിബ് നമസ്കാരമായാലും ശരി, ഇശാ നമസ്കാരമായാലും ശരി, അസ്ർ നമസ്കാരമായാലും ശരി, ഏതുമായിക്കോട്ടെ, ഏത് നമസ്കാരത്തിന് ശേഷമായാലും ഇത് ഏറ്റവും കൂടുതൽ നല്ലത് തന്നെ. 101 ദിക്ർ നിങ്ങൾ ചെല്ലണം. എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും മാത്രമല്ല ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് യാ ഹയ്യും യാ ഖയ്യൂം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഗുണങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ ദിക്റിന്റെ കാര്യത്തിൽ മടി വേണ്ട. ഞാനിപ്പോൾ ഈ ദിക്റിലൂടെ ചെല്ലാൻ പോകുന്നു. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹയ്യും യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഹയ്യും യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഹയ്യും യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്.
ഈ ദിക്റാണ് ചെല്ലേണ്ടത്. ഈ ദിക്ർ ചെല്ലുന്നവർക്കും കാണുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ വണ്ണമായ പ്രതിഫലം കൊടുക്കട്ടെ, കൊടുക്കണേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഈ പാവപ്പെട്ടവൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അക്ഷര വ്യത്യാസങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പടച്ച തമ്പുരാനെ എനിക്ക് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്നും കൂടി ഞാനങ്ങ് പറയുകയാണ്. തക്കാലം നിങ്ങൾ ഈ ദിക്റിൻ്റെ കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഈ ദിക്റങ്ങ് ചെല്ലണം. ഈ 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയാൽ അല്ലാഹുവേ നിങ്ങളുടെ കുടുംബജീവിതത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ബർക്കത്തുകളും സമ്പൽ സമൃദ്ധിയും മക്കൾ എന്നുള്ളതായ എല്ലാ ഗുണങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉടനെ അങ്ങ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരല്പം താമസം വന്നെന്ന് വരും. കാരണം അള്ളാഹു നിങ്ങളെ ഒന്ന് പരീക്ഷിക്കും. ഞാനൊന്ന് ഉടനെ കൊടുത്തില്ല എങ്കിൽ ഇവർ ദിക്റുകൾ ചെല്ലുമോ, ഇവരിനെ എനിക്ക് വാദത്തെ ചെയ്യുമോ എന്ന് ഒരു പരീക്ഷണമാക്കി അള്ളാഹു തആല ഒന്ന് മാറ്റിക്കൊണ്ട് ഒരല്പമങ്ങ് നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം ഇതിനകത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മടിച്ചു കളയരുത്. ഇതിന് പ്രയോജനം ഈ ലോകത്ത് മാത്രമല്ല ആ പരലോകത്തും ഇതിൻ്റെ ഈ ദിക്റിൻ്റെ പ്രതിഫലം ഈ ചെല്ലുന്ന വാർത്തയ്ക്ക് കിട്ടുന്നതാണ്. അവരുടെ കുടുംബത്തിന് ഐശ്വര്യവും വർഗത്തും സന്തോഷവും എല്ലാവിധ ഗുണവും കിട്ടും. ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതുമാണ്. എല്ലാം കൊണ്ടും നല്ലത് തന്നെ. ഇത് ചെയ്യണേ എന്ന്, ഇത് ചെല്ലണേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.